നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സമ്പദ്ചിത്രം തൊഴിൽ വീതി ലക്കം 2023 ഓഗസ്റ്റ് 19. കാർഷിക സീസണുകൾ 3 കാർഷിക സീസണുകളാണ് ഇന്ത്യയിലുള്ളത്. ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ് മൺസൂണിൻ്റെ ആരംഭമായ ജൂണിലാണ് ഖാരിഫ് വിള ഇറക്കുന്നത്. മൺസൂണിൻ്റെ അവസാനമായ നവംബർ ആദ്യം വിളവെടുക്കും. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകളുടെ ഉദാഹരണമാണ്. ഖാരിഫ് മൺസൂണിൻ്റെ ആരംഭമായ ജൂണിലാണ് ഖാരിഫ് വിള ഇറക്കുന്നത്. മൺസൂണിൻ്റെ അവസാനമായ നവംബർ ആദ്യം വിളവെടുക്കും. നെല്ല്, ചോളം, പരുത്തി, തിനവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിനവിളകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. റാബി ശൈത്യകാലാരംഭമായ നവംബർ മധ്യത്തിൽ വിളവിറക്കി വേനലിൻ്റെ ആരംഭമായ മാർച്ചിൽ വിളവെടുക്കുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ ഉദാഹരണമാണ്. റാബി ശൈത്യകാലാരംഭമായ നവംബർ മധ്യത്തിൽ വിളവിറക്കി വേനലിൻ്റെ ആരംഭമായ മാർച്ചിൽ വിളവെടുക്കുന്നു. ഗോതമ്പ്, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ ഉദാഹരണമാണ്. സയ്ദ് വേനലിൻ്റെ ആരംഭമായ മാർച്ചിൽ വിളവിറക്കി മൺസൂണിൻ്റെ ആരംഭമായ ജൂണിലാണ് വിളവെടുക്കുന്നത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉദാഹരണമാണ്. കാർഷിക സീസണുകൾ ഖാരിഫ്, റാബി, സയ്ദ്. അതിജീവനത്തിനായി മനുഷ്യൻ മണ്ണിനെ ബോധപൂർവം പ്രയോജനപ്പെടുത്തുന്ന ഒരു സംസ്കാരമാണ് കൃഷി. അതിപുരാതന കാലം മുതൽ കൃഷി മനുഷ്യൻ്റെ പ്രധാന ജീവിതോപാധിയായി കണ്ടെത്തിയിരുന്നു. കര എന്നർത്ഥം വരുന്ന അഗർ, കൃഷി എന്നർത്ഥം വരുന്ന കൾച്ചർ എന്നീ 2 ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് പദം രൂപപ്പെട്ടത്. ലാറ്റിനിൽ അഗ്രികൾച്ചർ എന്നാൽ കൃഷി എന്നാണ് അർത്ഥം. കാർഷിക വിളകളുടെ ഉൽപ്പാദനത്തോടൊപ്പം പുഷ്പഫല കൃഷി, കന്നുകാലി വളർത്തൽ, വനവൽക്കരണം, മത്സ്യകൃഷി മുതലായ പ്രവർത്തനങ്ങളും കൃഷിയുടെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഭക്ഷ്യവിളകൾ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. ഭക്ഷ്യവിളകൾ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. നാണ്യവിളകൾ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഭക്ഷ്യവിളകൾ ഭക്ഷ്യവസ്തുക്കളായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. ഇന്ത്യയിലെ പ്രധാന ഭക്ഷ്യവിളകളെ പരിചയപ്പെടാം. നെല്ലൊരു ഖാരിഫ് വിളയാണ്. ഏറ്റവും അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലും മുഖ്യമായി കൃഷി ചെയ്യുന്നു. ഉയർന്ന താപനിലയും ധാരാളം മഴയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ ആവശ്യമാണ്. നെല്ല് ഖാരിഫ് വിളയാണ്. ഏറ്റവും അനുയോജ്യം എക്കൽ മണ്ണാണ്. നദീതടങ്ങളിലും തീരസമതലങ്ങളിലും മുഖ്യമായി കൃഷി ചെയ്യുന്നു. ഉയർന്ന താപനിലയും ധാരാളം മഴയും ആവശ്യമാണ്. ഗോതമ്പ് ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് ഉത്തമമാണ്. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ശൈത്യകാല വിളയായതിനാൽ പ്രധാനമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് കൃഷി. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള വിളയാണ് ഗോതമ്പ്. റാബി വിളയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ശൈത്യകാല വിളയായതിനാൽ പ്രധാനമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് കൃഷി. ചോളം ഇന്ത്യയിലെ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇന്ത്യയിലെ നാണ്യവിളകളെ നാരുവിളകൾ, പരുത്തി, ചണം, പാനീയ വിളകൾ, തേയില, കാപ്പി, സുഗന്ധവിളകൾ, ഏലം, കുരുമുളക്, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയി തരം തിരിച്ചിരിക്കുന്നു. നാണ്യവിളകളെ നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയി തരം തിരിച്ചിരിക്കുന്നു. നാരുവിളകൾ പരുത്തി, ചണം, പാനീയ വിളകൾ തേയില, കാപ്പി, സുഗന്ധവിളകൾ ഏലം, കുരുമുളക്, മറ്റു വിളകൾ കരിമ്പ്, റബ്ബർ എന്നിങ്ങനെ തരം തിരിച്ചിരിക്കുന്നു. പരുത്തി കൃഷി ലോകത്തെ പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ആദ്യ സ്ഥാനമാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ പരുത്തിത്തുണി മിൽ സ്ഥാപിച്ചത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ക്ലാസ്റ്ററിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ മുംബൈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആണ് പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രം. ചണം കൃഷി
ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണുള്ളത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യം. പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. ബംഗാൾ, അസം, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇന്ത്യയിൽ ചണം കൃഷി ചെയ്യുന്നത്. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള രാജ്യമാണ് ഇന്ത്യ. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് കൂടുതൽ തേയില കൃഷി ഉള്ളത്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. ഉഷ്ണമേഖലാ തോട്ടവിള ആയ കാപ്പി പ്രധാനമായും കൃഷി ചെയ്യുന്നത് കേരളം, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ പശ്ചിമഘട്ട മലനിരകളിൽ ആണ്. രാജ്യാന്തര വിപണിയിൽ ഏറെ ആവശ്യക്കാരുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിയാണ് ഇന്ത്യയിൽ കൂടുതലും ഉൽപ്പാദിപ്പിക്കുന്നത്. സുഗന്ധവിളകൾ: ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകളാണ് ഇന്ത്യയിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത്. കരിമ്പ് കൃഷി: കരിമ്പ് ഉൽപ്പാദനത്തിൽ ലോകത്ത് 2ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. റബ്ബർ: കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് റബ്ബർ. റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതും കേരളമാണ്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ കൊണ്ടുവന്നത്. ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും: ലോഹങ്ങളുടെ സ്രോതസ്സുകളാണ് ലോഹധാതുക്കൾ. ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവ എന്നും അല്ലാത്തവ എന്നും തരംതിരിക്കാം. ഇരുമ്പുരുക്ക് വ്യവസായം മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ് എന്നീ 4 തരം ഇരുമ്പ് നിക്ഷേപങ്ങൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ലോകത്തിലെ മൊത്തം ഇരുമ്പ് നിക്ഷേപത്തിൻ്റെ 20% ഇന്ത്യയിലാണ്. ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. സുന്ദർഗഡ്, മയൂർഭഞ്ച്, താർ, സിഗ്മം, ദുർഗ്, ബെള്ളാരി, ചിക്മംഗ്ലൂരു, ശിവമൊഗ്ഗ, ചിത്രദുർഗ്, മർമഗോവ, സേലം, നീലഗിരി എന്നിവ ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങളാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പുകല്ല്, ഡോളമൈറ്റ് എന്നിവ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകൾ: ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന സവിശേഷതയുണ്ട് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയായ ടിസ്കോയ്ക്ക്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ബംഗാളിലെ ഗുർട്ടി, ബർൺപൂർ, ഹിരാപൂർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് കർണാടകയിലെ ഭദ്രാവതിയിൽ സ്ഥിതി ചെയ്യുന്നു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായ്, ഛത്തീസ്ഗഡിലെ ദുർഗിൽ സ്ഥിതി ചെയ്യുന്നു. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കല, ഒഡീഷയിലെ സുന്ദർഗഡിൽ സ്ഥിതി ചെയ്യുന്നു. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ സ്ഥിതി ചെയ്യുന്നു. 1962 UK സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം തുടങ്ങി. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ, ജാർഖണ്ഡിലെ ബൊക്കാറയിൽ സ്ഥിതി ചെയ്യുന്നു. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം തുടങ്ങി. മറ്റു ലോഹങ്ങൾ ഇന്ത്യയിൽ: ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇന്ത്യയിൽ ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ സ്വർണം ഉൽപ്പാദിപ്പിച്ചിരുന്നത് കർണാടകയിലാണ്. ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രഫി തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെള്ളി ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻ, ജാർഖണ്ഡ്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളിലാണ്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായി ഉപയോഗിക്കുന്ന ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സംസ്ഥാനങ്ങളിലാണ്. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുതോപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയിൽ അലൂമിനിയം ഉപയോഗിക്കുന്നു. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും ബോക്സൈറ്റ് ഖനനം ചെയ്യുന്നത്. വൈദ്യുതോപകരണ വ്യവസായത്തിൽ ഇൻസുലേറ്ററായി ഉപയോഗിക്കുന്ന അബ്രം അഥവാ മൈക്ക ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നു. കൽക്കരി: ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സും വ്യാവസായിക ഇന്ധനവുമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം നിലവാരത്തിലുള്ള കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലും കാണപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ജാറിയ ആണ്. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു.
പെട്രോളിയം പ്രകൃതിവാതകം. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അസമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. അസം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. ആണവധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരദേശ മണലിൽ കാണുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. മഹാരാഷ്ട്രയിലെ താരാപൂർ, രാജസ്ഥാനിലെ റാവത്ബട്ട, തമിഴ്നാട്ടിലെ കൽപ്പാക്കം, കൂടംകുളം, കർണാടകയിലെ കൈഗ, ഗുജറാത്തിലെ കാക്രാപാറ, ഉത്തർപ്രദേശിലെ നറോറ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ.